കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇന്ന് കോൺഗ്രസ് നേതൃയോഗത്തെ അഭിസംബോധന ചെയ്യും. രാവിലെ 10-ന് KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിലാണ് യോഗം. സംസ്ഥാന കോൺഗ്രസിലെ സംഘടനാ പ്രശ്നങ്ങളും മദ്യനയത്തിന്റെ പേരിലുള്ള അസ്വാരസ്യങ്ങളും രാഹുൽ പരാമർശിക്കുമെന്നാണ് സൂചന. KPCC വിശാല എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, മന്ത്രിമാർ, MLA മാർ, DCC പ്രസിഡന്റുമാർ, ജനറൽ ബോഡി അംഗങ്ങൾ, സ്ഥിരം ക്ഷണിതാക്കൾ തുടങ്ങിയ ബൃഹത്തായ നേതൃനിരയെയാണ് കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇന്ന് അഭിസംബോധന ചെയ്യുക. പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം ഇത് ആദ്യമായാണ് കേരളത്തിൽ ഒരു വിശാല കോൺഗ്രസ് നേതൃത്വത്തെ രാഹുൽ അഭിസംബോധന ചെയ്യുന്നത്. മദ്യനയത്തെ ചൊല്ലി സർക്കാരും KPCCയും തമ്മിൽ ഉടലെടുത്തിരിക്കുന്ന ഭിന്നത പരിഹരിക്കണമെന്ന നിർദ്ദേശം യോഗത്തിൽ രാഹുൽ മുന്നോട്ട് വയ്ക്കും. അടുത്ത വർഷം നടക്കുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും 2016 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മികച്ച വിജയമാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്നും ഇതിനായി കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങണമെന്നും നേതൃത്വത്തെ രാഹുൽ ഓർമ്മപ്പെടുത്തും. മുദ്രാവാക്യം മുഴക്കിയാൽ പോരാ, മാനസിക ഐക്യമാണ് വേണ്ടതെന്ന് പ്രവർത്തകരെ സാക്ഷിയാക്കി നേതാക്കൾക്ക് രാഹുൽ ഇന്നലെ പൊതുയോഗത്തിൽ താക്കീത് നൽകിയിരുന്നു. UDF-ലെ ഘടകകക്ഷികളുമായുള്ള ഐക്യം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയും രാഹുൽ യോഗത്തിൽ ചൂണ്ടിക്കാട്ടും. KPCC പ്രസിഡന്റ് VM സുധീരൻ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, പ്രവർത്തക സമിതി അംഗം AK ആന്റണി, മുൻ കേന്ദ്രമന്ത്രി വയലാർ രവി എന്നീ മുതിർന്ന നേതാക്കളും സംബന്ധിക്കും. ഉച്ചയ്ക്ക് 1:30-ന് രാഹുൽ ഡൽഹിക്ക് മടങ്ങും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.